നമുക്ക് സമഗ്രമായ വിലയിരുത്തലേക്ക് കടക്കേണ്ടതുണ്ട്. അതിഥികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് വളരെ വേഗത്തിൽ ഗോകുൽ രമേശ് തത്സമയം ചേരുന്നുണ്ടെന്നാണ് PCR ഞാൻ മനസ്സിലാക്കുന്നത്. അശ്വതി, ഗോകുലിനോട് ചോദിക്കാം. ഗോകുൽ, അങ്ങനെ ഒരു സമഗ്രമായ രാഷ്ട്രീയ ചിത്രം ഇപ്പോൾ സമയം 7:40 അടുക്കുമ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് പരമ്പരാഗത മുന്നണികൾ മാത്രമല്ല, കേരളത്തിൽ ശക്തമായ ഒരു മൂന്നാം രാഷ്ട്രീയ ബദൽ അതിനുള്ള ഉദയം സംഭവിച്ചിരിക്കുന്നു. എങ്ങനെ നോക്കിക്കാണാം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ? അശ്വതി, തീർച്ചയായിട്ടും കേരളത്തിൽ പ്രത്യേകിച്ച് NDAക്ക് വലിയ തേരോട്ടമാണ്, വലിയ മുന്നേറ്റമാണ് എല്ലാ സർവേകളിലും പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 7 സീറ്റുകൾ വരെ ലഭിക്കാമെന്നുള്ള രീതിയിൽ സർവേ ഫലങ്ങൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് പ്രധാനമായിട്ടും കോർപ്പറേഷൻ ഭരണം പിടിച്ച തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു BJPയുടെ വിജയപ്രതീക്ഷ എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ടും ഇത് അതിനപ്പുറത്തേക്ക് തിരുവനന്തപുരത്തിന് പുറത്തേക്ക് കൂടുതൽ സീറ്റുകളിലേക്ക് BJP വിജയത്തിലെത്തും, അല്ലെങ്കിൽ കൂടുതൽ ജില്ലകളിൽ താമര വിരിയുമെന്നുള്ള ശുഭസൂചനകൾ തന്നെയാണ് എന്തായാലും ഈ പുറത്തു വന്നിരിക്കുന്ന സർവേ ഫലങ്ങളിൽ നിന്ന് നമുക്ക് അനുമാനിക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഉണ്ടായിട്ടുള്ള ഭരണവിരുദ്ധ വികാരവും അതോടൊപ്പം തന്നെ UDFനെതിരായിട്ടുണ്ടായിട്ടുള്ള വികാരവും ഒക്കെ തന്നെ അത് കൃത്യമായിട്ട് NDAക്ക് വളരുവാനും NDAക്ക് വോട്ടായിട്ട് മാറുവാനുമുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ജനങ്ങൾ ജനവിധിയായിട്ട് മുന്നിൽ വയ്ക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം BJP വലിയ വിജയപ്രതീക്ഷ വയ്ക്കുന്ന ജില്ല കൂടിയിട്ടാണ്. ഇവിടെ പ്രധാനമന്ത്രി നേരിട്ടെത്തി പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട. പ്രത്യേകിച്ച് തിരുവല്ലയായാലും ആറന്മുള പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ BJP വിജയപ്രതീക്ഷ ഏറെ മുന്നിൽ നിൽക്കുക, അല്ലെങ്കിൽ വിജയപ്രതീക്ഷ ഏറെ വെക്കുന്ന ഒരു മണ്ഡലങ്ങൾ കൂടിയിട്ടാണ് പത്തനംതിട്ട ജില്ലയിൽ ഈ 2 മണ്ഡലങ്ങളും. അതോടൊപ്പം തന്നെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും തന്നെ A+ കാറ്റഗറിയിലേക്കൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഒരു മണ്ഡലങ്ങൾ കൂടിയാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. അത് മാത്രമല്ല, നിലവിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം 2021 5-ൽ 5 സീറ്റുകളും വിജയിച്ചൊരു ജില്ല കൂടിയാണ് പത്തനംതിട്ട. പക്ഷേ ഇക്കുറി സാഹചര്യങ്ങൾ മാറി മറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇടത് കോട്ടയ്ക്ക് പത്തനംതിട്ടയിൽ ഇളക്കം സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് മന്ത്രി വീണ ജോർജിനെതിരായിട്ടുള്ള വലിയ ജനവികാരം തന്നെയാണ് ഇവിടുത്തെ ഇടത് തകർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാരണമായി മാറുക. അത് മാത്രമല്ല, കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ കേരളം മുഴുവൻ ഒരു രാഷ്ട്രീയ അജണ്ടയായി മാറിയിട്ടുള്ള വിഷയം ശബരിമല സ്വർണ്ണക്കവർച്ച തന്നെയായിരുന്നു. അത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു ജില്ല കൂടി പത്തനംതിട്ട ജില്ല ആയി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ശബരിമല നിലനിൽക്കുന്ന ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട ജില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ വികാരം ശബരിമല തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് പ്രതിഫലനമാകുന്ന ഒരു ഘടകമായിട്ട് മാറുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. അതും കൃത്യമായിട്ട് പത്തനംതിട്ട ജില്ലയിൽ ഇടതുമുന്നണിയുടെ തകർച്ചയ്ക്ക് കാരണമാകും. മാത്രമല്ല, A. പത്മകുമാർ അടക്കമുള്ള ഇടതുമുന്നണിയുടെ CPMന്റെ പ്രബലരായിട്ടുള്ള നേതാക്കൾ, അവരാണ് ഈ അഴിമതിയിൽ അറസ്റ്റിലായിട്ടുള്ള ആളുകൾ, ജയിലിലായിട്ടുള്ള ആളുകൾ, അവരൊക്കെ ഉൾപ്പെടുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ കൃത്യമായിട്ട് CPMനെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ട്. അതുകൊണ്ട് തന്നെ 2021 ഇടത് കോട്ട, അത് പത്തനംതിട്ട അല്ലെങ്കിൽ ഇടത് കോട്ട ഇത്തവണ തകരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് BJP ആ ഒരു സ്ഥാനത്തേക്ക് കയറുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ സൂചനകൾ. അത് വോട്ടെടുപ്പോ അല്ലെങ്കിൽ അതിന് മുൻപേ ഉള്ള ജനവികാരം ഒക്കെ തന്നെ നമുക്ക് കണക്കിലാക്കുമ്പോൾ അതൊക്കെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഒപ്പം അനൂപ് ആന്റണിയെ പോലെ, കുമ്മനം രാജശേഖരനെ പോലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രബലരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ തന്നെ BJPക്ക് വേണ്ടി, NDAക്ക് വേണ്ടി കളത്തിലിറങ്ങുന്ന ഒരു സാഹചര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പത്തനംതിട്ട ജില്ലയിലെത്തുന്നു. അയ്യപ്പന്റെ മണ്ണിലെത്തി ആ ഒരു പ്രചാരണം കൊഴുപ്പിക്കുന്ന കാഴ്ചയൊക്കെ തന്നെ കണ്ടതാണ്. എന്തായാലും അതൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉറപ്പിക്കുവാനായിട്ട് NDA സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കുറി പത്തനംതിട്ട ജില്ല ഉൾപ്പെടുന്ന മധ്യ കേരളത്തിൽ വലിയ മുന്നേറ്റം, പ്രത്യേകിച്ച് ഈ പറയുന്ന തിരുവല്ല പോലെയുള്ള മണ്ഡലങ്ങൾ, അതുപോലെ തന്നെ കോട്ടയത്തൊക്കെ ആയാലും തന്നെ അതിനെയൊക്കെ ഒരു സ്വാധീനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പാല പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ട് BJPയെ ഈ കാര്യങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇടത് വലത് മുന്നണികൾക്കെതിരായിട്ട് നിൽക്കുന്ന ജനവികാരവും എന്തായാലും ഇക്കുറി BJPക്ക് അനുകൂല ഘടകമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പുറത്തു വന്നിട്ടുള്ള സർവേ ഫലങ്ങൾ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ ജില്ലകളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും താമര വിരിയുന്നതിന് വേണ്ടിയിട്ട് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, വലിയ മുന്നേറ്റവും വോട്ടിംഗ് പെർസെൻറ്റേജിൽ അടക്കം വലിയ മുന്നേറ്റവും കാഴ്ചവെക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയം വേണ്ട. എന്തായാലും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വലിയ ആത്മവിശ്വാസം BJP ക്യാമ്പിനും NDA ക്യാമ്പിനും നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അശ്വതി, ഗോകുൽ രമേശ്, അത് തന്നെയാണ്. അതായത് പത്തനംതിട്ടയിൽ വലിയ പ്രതീക്ഷയാണുള്ളത്. ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ, ഒപ്പം തിരുവല്ലയിൽ അനൂപ് ആന്റണി ചരിത്രം രചിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ഗോകുൽ രമേശ് പങ്കുവെക്കുന്ന. എന്തായാലും അശ്വതി, മധ്യകേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ BJPക്ക് ഉണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 3 മുതൽ 7 വരെ സീറ്റുകളിൽ വലിയ പ്രഡിക്ഷൻ നടന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് PS ശ്രീധരൻപിള്ള ദേശീയ മാധ്യമത്തിന് നൽകിയ ഒരു പ്രതികരണത്തിൽ പറയുന്നത്, BJPക്ക് അസാധ്യമായ ഒന്നുമില്ല,
കേരളത്തിലും BJPയുടെ സാന്നിധ്യം സാധ്യമാവുകയാണ് എന്ന് PS ശ്രീധരൻപിള്ള ദേശീയ മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി BJPയുടെ സാന്നിധ്യം, ഒരു മൂന്നാം ബദൽ എന്നുള്ളത് കേരളത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുകയാണ്.